കഴിഞ്ഞ ദിവസമാണ് മലയാളി സിനിമ പ്രേക്ഷകരെ ആവേശത്തിലാക്കിക്കൊണ്ട് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ആ വിവരം പുറത്തുവിട്ടത്. തന്റെ ഏറെ ശ്രദ്ധ നേടിയ രണ്ടാമൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിനായി MT വാസുദേവൻ നായർ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നു. ഏറെക്കാലമായി പറഞ്ഞു കേൾക്കുന്ന ഈ സ്വപ്ന പദ്ധതി അടുത്ത വർഷം യാഥാർത്ഥ്യമാകുമെന്ന ലാലിന്റെ വാക്കുകളെ ആവേശത്തോടെയാണ് ആരാധകർ വരവേൽക്കുന്നത്. 600 കോടി രൂപയുടെ ബജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രത്തിൽ പുരാണ കഥാപാത്രമായ ഭീമനായാണ് ലാൽ എത്തുക. ആദ്യഘട്ടത്തിൽ രണ്ടാമൂഴം സിനിമയാക്കുന്നതിന് മുന്നിൽ നിന്നിരുന്നത് സംവിധായകൻ ഹരിഹരനായിരുന്നു. പഴശ്ശിരാജയ്ക്ക് ശേഷം വീണ്ടും MTയും ഒന്നിച്ച് ഒരു ചിത്രം ആലോചിച്ചപ്പോഴാണ് രണ്ടാമൂഴം പരിഗണനയിൽ വന്നത്. ഗോകുലം ഗോപാലൻ തന്നെ നിർമ്മാണം ഏറ്റെടുക്കാനും ധാരണയായി. എന്നാൽ തിരക്കഥ രചന തുടങ്ങിയ MT ഇത് 2 ഭാഗങ്ങളിലായി ചിത്രീകരിക്കേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ നിരവധി ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരുമെന്നും അറിയിച്ചു. ഹരിഹരന് ഇതിനോട് യോജിപ്പായിരുന്നു. വൻ ബജറ്റ് 2 ചിത്രങ്ങൾക്കും അനിവാര്യമായിരുന്നു. എന്നാൽ 2 ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഗോകുലം ഗോപാലൻ തയ്യാറാകാതിരുന്നതിനാൽ അന്ന് ആ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹരിഹരൻ വെളിപ്പെടുത്തിയത്. പരസ്യമേഖലയിലൂടെ ശ്രദ്ധ നേടിയ ശ്രീകുമാർ മേനോനാണ് ഇപ്പോൾ രണ്ടാമൂഴം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. ബഹുഭാഷകളിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ മറ്റ് ഭാഷകളിലെ സൂപ്പർ താരങ്ങളും അണിനിരക്കുമെന്നാണ് സൂചന. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.